ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്താടാ ഈ കാണിച്ചത്? ആ കളക്ടറുടെ ശല്യം അവസാനിപ്പിക്കാനാ നിന്നെ വിട്ടത്. പിന്നെ നീ എങ്ങനെ ആ കളക്ടറുടെ രക്ഷകനായിട്ട് മാറി? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. എനിക്കവരെ എതിർക്കാനാവില്ല. അതിന്റെ കാരണം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്കത് അറിയില്ല. ഇത് വെറും മുട്ടാപ്പോക്ക. നിനക്ക് എന്താടാ ശിവ പറ്റിയത്? എടാ, നീ എന്റെ പഴയ ശിവനെ അല്ല. സർജറിക്ക് ശേഷം എനിക്ക് എന്നോട് തന്നെ ഒരു അകൽച്ച തോന്നുന്നുള്ളത് സത്യം തന്നെയാണ്. മറ്റെന്ത് വേണമെങ്കിലും ഞാൻ അച്ഛന് വേണ്ടി ചെയ്തു തരാം. പക്ഷേ ശാലിനി അടുത്ത് വരുമ്പോ എനിക്ക് അവളെ ഇല്ലാതാക്കാനല്ല തോന്നുന്നത്, സംരക്ഷിക്കാനാ. ശിവ, അച്ഛാ, സത്യത്തിൽ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ ഇപ്പൊ നിയന്ത്രിക്കുന്നതും എന്നെ കൊണ്ട് പലതും പറയിപ്പിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റാരോ ആണ്. എടാ, അതാ ഞാൻ പറഞ്ഞത്. നിനക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ദേ എവള്. നീ ഇങ്ങ് വന്നേ. ഇനി എവളെ നീ അറിയില്ല എന്ന് പറയൂ. എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ശിവേദന്റെ കഴുത്ത് കെട്ടിയത്? ആരെ ബോധിപ്പിക്കാനാ? നിന്റെ മനസ്സിൽ ഞാനില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താ? അങ്ങനെയുള്ള താലി ബലം എനിക്ക് ആവശ്യമില്ല. ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ മാല? ഇപ്പൊ പ്രശ്നം അങ്ങ് തീർന്നല്ലോ. താലി എന്ന് വെച്ചാ എന്താണെന്ന് നിനക്കറിയാമോടാ? ശിവശക്തി സംഗമം. അതാ നീ ഒരു വിലയും കൽപ്പിക്കാതെ പൊട്ടിച്ചെറിഞ്ഞത്. ഞാൻ കെട്ടിയ താലി അവക്ക് ആവശ്യമില്ലെന്ന് അവളല്ലേ അച്ഛാ പറഞ്ഞത്? അത് എന്തുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു എന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ അവളിൽ നിന്നും അകന്നു പോകുന്നതായിട്ട് അവൾക്ക് തോന്നുന്നു. അവളിൽ നിന്ന് മാത്രമല്ല, ഞങ്ങളിൽ നിന്നൊക്കെ നീ അകന്നുകൊണ്ടിരിക്കുക. എടാ, നിന്റെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ മറ്റാർക്കോ വേണ്ടിട്ട് ചെയ്യുന്ന പോലെയാ. നീ പൊട്ടിച്ചു കളഞ്ഞ താലിയിൽ തീരുന്നാണോടാ നമ്മൾ തമ്മിലുള്ള ബന്ധം? നീ ഏതൊക്കെ രീതിയിൽ എന്നെ വെറുത്താലും എനിക്ക് നിന്നെ വെറുക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ശിവനില്ലെങ്കിൽ പിന്നെ ഈ ഡേയ്സിയും ഇല്ല. നിക്ക്. എന്റെ മകന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കാൻ പോകുന്നു. ഇന്നേക്ക് 3-ാം ദിവസം നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണമാണ്. ഈ നാട് അറിയിച്ചുകൊണ്ട് നടത്തുന്നത് മാണിക്കോത്ത് മഹേന്ദ്രൻ.